വാട്സപ്പിൽ പുതിയ അപ്ഡേഷനുകൾ ഈ 2024 ആയപ്പോഴേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. അതുപോലെ തന്നെ വീഡിയോ കോൾ കൂടാതെ നമുക്ക് വീഡിയോ മെസ്സേജ്, അതുപോലെ തന്നെ വീഡിയോ വോയിസ് നോട്ട്, ഇതൊക്കെ അയക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുപോലെ മറ്റു ചില അപ്ഡേറ്റ്സുകളാണ് സ്റ്റിക്കർ ക്രിയേഷൻ. ഇൻബിൽറ്റ് ആയിക്കൊണ്ട് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ തന്നെ വാട്സപ്പിൽ വെച്ച് നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അതും മറ്റൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതുപോലെ മറ്റൊരു അപ്ഡേഷനാണ് മെസ്സേജ് പിൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. നേരത്തെ അത് അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ കൂടി ഇപ്പോൾ വന്നുള്ള അപ്ഡേഷൻ മുൻപ് ഒരു മെസ്സേജ് മാത്രമാണ് പിൻ ചെയ്ത് വെക്കാൻ കഴിയുന്നതെങ്കിൽ ഇപ്പോൾ 3 മെസ്സേജ് നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. ഇത് എന്തിനാണ് പിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ ഗ്രൂപ്പിൽ പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ആ മെമ്പർക്കും കൂടി ഈ ഗ്രൂപ്പിൻ്റെ ഈ ഉദ്ദേശം എന്താണെന്ന്, അതല്ലെങ്കിൽ മറ്റ് പുതിയ മെസ്സേജ് എന്താണെന്ന് അറിയിക്കുന്നതിന് വീണ്ടും നമ്മൾക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പിൻ ചെയ്ത് വെച്ചാൽ അത് പുതിയ ആഡായി വരുന്ന മെമ്പർക്കും കൂടി അത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റു ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോ സെൻഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ നമ്മൾ മറ്റൊരു സുഹൃത്തിന് നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാമെന്നാണ് നോക്കാം. അത് നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യേണ്ടുന്ന, വീഡിയോ എടുക്കേണ്ടുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് സൈഡിൽ വീഡിയോ സൈൻ കാണാം. അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മെനു ഓപ്ഷൻ, നേരത്തെ വീഡിയോ കോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടുന്ന ഓപ്ഷൻ വന്നത് കാണാം. ആ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. കളറ്, ബ്ലറാണെങ്കിൽ ബ്ലറ്, കളറാണെങ്കിൽ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് കളർ നമുക്ക് വേണ്ടത് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് ഇമേജാണ് വേണ്ടതെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെറ്റ് ചെയ്ത് നമുക്ക് അതുപോലെ മറ്റുള്ള കുറച്ച് കളർ ടോൺ, അതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക. നമുക്ക് വീഡിയോ സെൻഡ് ചെയ്യാം. ഇനി അത് ജിഫായിട്ടാണെങ്കിൽ ജിഫായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അത് അവിടെ കാണുന്ന ജിഫിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് ജിഫായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് വീഡിയോ വോയിസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ വീഡിയോ വോയിസ് സെൻഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോഴാണ്. എന്നാൽ അതിന് പകരം ഇപ്പോഴുള്ള അപ്ഡേഷനിൽ നമുക്ക് ക്യാമറ ഐക്കൺ പ്രസ് ചെയ്ത് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതുകൊണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നതാണ്. നമുക്ക് മെസ്സേജുകൾ പിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ കാണുക. നമുക്ക് ആവശ്യമുള്ള പിൻ ചെയ്ത് വെക്കേണ്ട 3 മെസ്സേജുകൾ സെലക്ട് ചെയ്ത് പിൻ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് പിൻ ചെയ്യുക. മറ്റൊരു ഓപ്ഷനാണ് അൺറീഡ് മെസ്സേജ്. നമ്മൾ റീഡ് ചെയ്യാത്ത മെസ്സേജ് അവിടെ അൺറീഡ് മെസ്സേജിൽ വന്നിരിക്കും. അപ്പോൾ പിന്നെ ഫോളോ ചെയ്യാൻ മറക്കേണ്ട. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സും ടിപ്സുമായി നാളെ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നത്. വരെ ഗുഡ് ബൈ.